നല്ലവരായ രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രൗഢമായ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സർവശക്തനും രാജാതിരാജനുമായ അൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ നാം ഒരുമിച്ച് കൂടിയ ശ്രേഷ്ഠമായ ഈ സദസ്സിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ ദുർബല നിമിഷങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾക്ക് കരുണക്കടലായ തമ്പുരാൻ അവന്റെ ദയാവായ്പ കൊണ്ട്, അവന്റെ കരുണ കൊണ്ട്, അവന്റെ കൃപ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് മാപ്പ് നൽകിയിട്ട് സാധുക്കളായ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നൊക്കെയും മരണപ്പെട്ടു പോയവർ, വിശിഷ്യ ഈ പ്രദേശത്തു നിന്ന് മരണപ്പെട്ടു പോയവർ, ഈ നാടിന്റെ കാരണവന്മാരായിരുന്നവർ, പ്രിയപ്പെട്ട വല്യപ്പമാർ, വല്യമ്മമാർ ഉൾപ്പെടെയുള്ളവർ, ഈ മഹല്ലത്തിന്റെ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിരങ്ങളായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സർവശക്തനായ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നമ്മുടെ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ നമ്മൾ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന നമ്മുടെ ആത്മീയ നായകൻ, പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പയും പ്രിയങ്കരനായ ഖാദർ ഫൈലിയുമൊക്കെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീനിന്റെ ഖാദിമീങ്ങളായ പ്രിയപ്പെട്ട തങ്ങന്മാർ, നേതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമറാക്കൾ, ഞങ്ങളുടെ സഹായികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ, നീ അവർക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കൊട്ടോപ്പാടത്തെ നിസ്കാരപ്പള്ളിയിൽ കേന്ദ്രമായിട്ട് മാസാന്തം നടന്നു വരുന്ന സ്വലാത്ത് വാർഷികത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വേദിയിലാണ് അൽഹംദുലില്ലാഹ് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്നലെ ദുആ ചെയ്ത് നമ്മുടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കപ്പെടുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് ദുആ സമ്മേളനത്തോടുകൂടെ നമ്മുടെ ഈ സ്വലാത്ത് വാർഷിക ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. ഇന്നലെ വിശ്വാസവും ജീവിതവും എന്ന അതിമഹത്തായ ഒരു വിഷയത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. സുദീർഘമായി ഒന്നും സംസാരിക്കാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ടു കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കൊന്നിച്ച് പ്രാർത്ഥനയിലേക്ക്, നമ്മുടെ സമാപന ചടങ്ങുകളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഇതുപോലെയുള്ള സന്തോഷധന്യമായ നിമിഷങ്ങളിലൊക്കെയും പങ്കുചേരാനുള്ള ഏറ്റവും വലിയ അവസരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ടവരെ ദീനിനു വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടാനും
അള്ളാഹുവിന്റെ വഴിയിലായിട്ട് സംഗമിക്കാനും അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിലായിട്ട് ഇരിക്കാനും അള്ളാഹുവെ കുറിച്ച് ഓർക്കാനും അവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്താനുമൊക്കെയുള്ള ഏറ്റവും വലിയ മനോഹരമായ അവസരം. അൽഹംദുലില്ലാഹ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. നേതൃപരമായ പങ്കുവഹിക്കുന്ന ഇവിടത്തെ നല്ലവരായ ഉമറാക്കളും ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സലാം ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ, ഇതിന്റെ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓടിച്ചാടി നടക്കുന്ന നമ്മുടെ കുഞ്ഞാപ്പ ഹാജിയെ പോലൊത്ത നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ നിഷ്കാമകർമ്മികളുമായ യാതൊരു കാപട്യങ്ങളുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഓടിച്ചാടി നടക്കുകയും ഏതു സമയത്ത് ഏതു കാര്യത്തിന് വിളിച്ചാലും അൽഹംദുലില്ലാഹ് അവിടെയൊക്കെയും പാഞ്ഞെത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പ ഹാജിയെ പോലൊത്ത നല്ലവരായ ഉമറാക്കളും നേതൃത്വം നൽകാൻ പറ്റുന്ന ആലിമീങ്ങളും സയ്യിദുമാരുമൊക്കെ ഈ സമൂഹത്തിന്റെ മുതൽക്കൂട്ടാണ്. അള്ളാഹുവെ, ഇത് നീ നിലനിർത്തിയിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കണം. നേരത്തെ ഇവിടെ ആശംസകൾ അർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മഹല്ലിന്റെ സെക്രട്ടറി നൗഷാദ് ഫാദുക പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. മനോഹരമായ സ്വലാത്തിന്റെ മജ്‌ലിസുകൾ നടക്കുന്ന, സന്തോഷപൂർണമായ മജ്‌ലിസുകളെ കൊണ്ട് ഓരോ പ്രദേശങ്ങളും സ്വലാത്തിന്റെ വാർഷികങ്ങളും മതപ്രഭാഷണത്തിന്റെ വേദികളും ദുആ സമ്മേളനങ്ങളുമായിട്ട് അള്ളാഹുവിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീന് പറഞ്ഞ് പ്രബോധനം നടത്തുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ ശബ്ദമായ സുന്ദരമായ തീരങ്ങളിലേക്ക് അണഞ്ഞു വരാനുള്ള സുവർണാവസരങ്ങളൊക്കെയും പുറംകാലുകൊണ്ട് തട്ടിമാറ്റുന്ന യുവാക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സരുചന്മാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇത് നമുക്ക് കിട്ടാക്കനിയായിട്ട് പോവുകയാണ്. ആത്മീയതയുടെ പേരിൽ ചൂഷണങ്ങൾ നടക്കുമ്പോ, ആത്മീയതയുടെ പേരിൽ കച്ചവട കണ്ണുമായിട്ട് ലാഭക്കണ്ണുമായിട്ട് മതങ്ങളേതായാലും പ്രിയപ്പെട്ടവരെ, മതങ്ങളേതായാലും മതനായകന്മാരും നേതാക്കളും മാരുമായാലും ആത്മീയതയെ വാണിജ്യവൽക്കരിക്കപ്പെടുമ്പോ, ആത്മീയതയെ കച്ചവടം ചെയ്യപ്പെടുമ്പോ, ലാഭക്കണ്ണുകളുമായിട്ട് കടുകക്കണ്ണുകളുമായിട്ട് ആത്മീയതയുടെ കേന്ദ്രങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുമ്പോ, ലാഭേച്ഛകളില്ലാതെ ദുനിയാവിന്റെ പണപളപ്പുകളില്ലാതെ ഉഹ്റവിയായ ചിന്ത മാത്രം പകർന്നു നൽകാൻ സ്വലാത്തിന്റെ മജ്‌ലിസുകളും വാർഷികങ്ങളും പ്രഭാഷണങ്ങളും നടക്കുമ്പോ തിരിഞ്ഞു നോക്കാതിരിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലെന്തോ കാപട്യമുണ്ട്. മനസ്സിലെവിടെയോ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, അകന്നു നിൽക്കുന്നവരോട്, ഒടിഞ്ഞു മാറി നിൽക്കുന്നവരോട്, എന്ത് സ്വലാത്തിന്റെ മജ്‌ലിസ് എന്ന് പറയുന്നവരോട്, എന്ത് വാർഷികം എന്ന് പറയുന്നവരോട്, എന്ത് പള്ളി, എന്ത് നമാസ്, എന്ത് നിസ്കാരം എന്ന് പറയുന്നവരോട്, എന്ത് ദീനും, എന്ത് ഖുർആനും, എന്ത് ദുആയും, എന്ത് ആലിമീങ്ങളും, എന്ത് തങ്ങന്മാരും എന്ന് പറയുന്നവരോടും അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഈ മജ്‌ലിസിനെ സാക്ഷിയാക്കി ഞാൻ പറയുകയാ, അത് നിഫാഖിന്റെ കാപട്യത്തിന്റെ പോക്കാണ്. അവിടെ കാപട്യമുണ്ട് മനസ്സിൽ. ഈമാനിന് പകരം അവിടെ വിശ്വാസം നിറഞ്ഞു തുളുമ്പേണ്ടതിന് പകരം കാപട്യം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ നല്ലവരായ കൂട്ടുകാർ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ദീൻ രക്ഷപ്പെടാനാണ്, നമ്മുടെ ദുനിയാവ് രക്ഷപ്പെടാനാണ്, നമ്മുടെ ആഖിറം സലാമത്താവാനാണ്, ആഖിബത്ത് നന്നാവാനാണ് എന്ന തിരിച്ചറിവും ഉത്തമമായ ബോധ്യവും ഉണ്ടാവണേ എന്ന് ആമുഖമായിട്ട് സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. നമുക്കൊക്കെയും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം പറഞ്ഞു വിശ്വാസം, മനസ്സ് നിറയെ അല്ലാഹ് എന്ന ചിന്ത, അല്ലാഹുവിന്റെ ദിക്റും അല്ലാഹുവിന്റെ ഫിക്റും
ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിധാനം ഈമാനാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, മുത്തുനബിയെ, ഈമാൻ എന്നാൽ എന്താണ്? ഹബീബായ തങ്ങൾ മറുപടി നൽകുന്നത്, അല്ലാഹു നിന്റെ കൂടെ സദാ സമയവും ഉണ്ടെന്ന ബോധം നിനക്കുണ്ടോ? അതാണ് ഈമാനെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൈസുമാ കുന്ത അല്ലാഹു മഅക. ഈമാനാണ് ഹൈസുമാ കുന്ത, നീ എവിടെ പോയാലും, നീ എവിടെ ഇരുന്നാലും, എവിടെ കിടന്നാലും, ആരുമായിട്ട് ഇടപഴകിയാലും, എവിടെ സംസാരിച്ചാലും, എവിടേക്കാണ് നീ പോകുന്നതെങ്കിലും അല്ലാഹു മഅക. ഹൈസുമാ കുന്ത അല്ലാഹു മഅക. നിന്റെ കൂടെ റബ്ബുണ്ട്, നിന്റെ കൂടെ അല്ലാഹുവുണ്ട്, നിന്റെ കൂടെ യജമാനനായ ഖാലിഖായ റാസിഖായ തമ്പുരാന്റെ സാന്നിധ്യമുണ്ട് എന്ന ഉറപ്പിലേക്ക് ഒരാളെത്തിയാൽ അതാണ് ഈമാനെന്ന് ഹബീബുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നിന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ചർച്ച നാം തുടങ്ങുന്നത്. ദീർഘമായിട്ട് ഒന്നും സംസാരിക്കാതെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ദുആഇന് വേണ്ടി നേതൃത്വം നൽകാൻ വേണ്ടി തയ്യാറായിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവരെ ഇരുത്തിയിട്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പ്രസംഗം അവസാനിപ്പിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിളിയാളങ്ങളൊക്കെയും സ്വീകരിക്കാൻ, നമ്മുടെ യാചനകൾ മുഴുവനും സ്വീകരിക്കാൻ, നമ്മുടെ അർത്ഥനകൾ മുഴുവനും കേൾക്കാൻ, നമ്മുടെ ദുആകൾ മുഴുവനും അല്ലാഹു സ്വീകരിക്കാൻ ചില പ്രത്യേകമായ വഴികളുണ്ട്. അത് ഈമാനുമായി ബന്ധപ്പെട്ട വഴികളാണ്. മഹാനായ സയ്യിദു സുഹാദ് ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് കൊട്ടാരം വിട്ടിറങ്ങിയ ബൽഖായിലെ സുൽത്താനാണ്. ബൽഖാ ഭരിച്ചിരുന്ന ചെങ്കോലും കിരീടവും ഉണ്ടായിരുന്ന, രാജാധികാരമുണ്ടായിരുന്ന, വലിയ സുൽത്താനായി വാണിരുന്ന ഇബ്രാഹിം ബിൻ അദ്ഹം അല്ലാഹുവിന് വേണ്ടിയിട്ടതെല്ലാം വലിച്ചെറിയുകയാണ്. ഇബ്രാഹിം ബിൻ അദ്ഹമിനെ ചരിത്രം പരിചയപ്പെടുത്തുന്നത് തന്നെ കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ എന്ന അപരനാമത്തിലാണ്. നൂറുകണക്കായ ബെഡ്റൂമുകൾ ഉണ്ടായിരുന്ന വലിയ കൊട്ടാരത്തിൽ അധിവസിച്ചിരുന്ന ബൽഖായിലെ രാജാവ് ഇബ്രാഹിം ബിൻ അദ്ഹം, അദ്ഹമിന്റെ മകൻ ഇബ്രാഹിം ഒരു ദിവസം അല്ലാഹുവിലേക്ക് തന്റെ മനസ്സ് തിരിയുകയാണ്. അല്ലാഹ് എന്ന ചിന്ത മനസ്സിൽ കുടിയിരുത്തപ്പെടുകയാണ്. അല്ലാഹുവിനെ മനസ്സ് മുഴുവനായി വലിക്കുകയാണ്. ഇതെല്ലാം വലിച്ചെറിയുകയാണ്. ദേഹത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ മുഴുവനും നിറയെ ഉണ്ടായിരുന്നത്, നിറച്ചു വെച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോൽ തന്നെ ചുമന്ന് നടക്കാൻ നൂറുകണക്കായ കഴുതകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോൽ ചുമക്കാൻ തന്നെ വലിയ കഴുതപ്പുറത്ത് വലിയ ചാക്കിൽ കെട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോൽ കൊണ്ടു നടന്നിരുന്നത്. അത്രയും വലിയ ധനികനായിരുന്ന, ധനാഢ്യനായിരുന്ന, നൂറുകണക്കായ അറകളുണ്ടായിരുന്ന കൊട്ടാരത്തിന്റെ ഉടമസ്ഥനായിരുന്ന അദ്ഹമിന്റെ മകൻ ഇബ്രാഹിം കൊട്ടാരവും ചെങ്കോലും അധികാരങ്ങളും മുഴുവനും വലിച്ചെറിയുകയാണ്. അല്ലാഹുവിന്റെ വഴിയിലായിട്ട് സുഹദിൽ പ്രവേശിക്കുകയാണ്. വിലായത്തിന്റെ മർത്തബകൾ ഓരോന്നും അദ്ദേഹം ചവിട്ടി കയറുകയാണ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ, അല്ലാഹുവിന്റെ അഖ്താബുകളിൽ, അല്ലാഹുവിന്റെ അഗ്യാസുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള മഹാനാണ്, ഏറ്റവും വലിയ മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം ബിൻ അദ്ഹം
റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അറിയാമല്ലോ, ചരിത്രം സുദീർഘമാണ്, ഞാനത് വിശദീകരിക്കുകയല്ല. ഒരു ദിവസം അദ്ദേഹം ബസ്റയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത്